മുടി വളരാനുള്ള എണ്ണ വീട്ടിൽ തന്നെ എങ്ങനെ കാച്ചുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഉലുവയുണ്ട്, കരിഞ്ജീരകമുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, ചെമ്പരത്തിപ്പൂക്കളുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ഇലയുണ്ട്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, കറ്റാർവാഴ എടുത്തിട്ടുണ്ട്, പിന്നെ നീലയാമരിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് എണ്ണ കാച്ചാനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കറ്റാർവാഴയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാത്രം എടുക്കാം. എണ്ണ കാച്ചാൻ ഇതിൻ്റെ അകത്തുള്ളതാണ് നമുക്ക് ആവശ്യം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കാം. ഇതെല്ലാം നമുക്ക് അരച്ചൊരു പേസ്റ്റ് ആക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് ഒന്നടിച്ചെടുക്കാം. അടിച്ചു വെച്ച പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. എണ്ണ കാച്ചാനായിട്ട് നമുക്കൊരു ഉരുളി എടുക്കാം. ഉരുളി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ അതിലിട്ടൊന്ന് പൊട്ടിക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കതിലോട്ട് കരിഞ്ജീരകം അതും കൂടി ഇതിൻ്റെ അകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടും മൂത്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോഴത്തേക്ക് നല്ലപോലെ പത വരും. ഈ പത വറ്റി തീരുമ്പോഴത്തേക്കാണ് എണ്ണ കറക്റ്റ് പാകത്തിനെത്തുക. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി. ഇപ്പം പത ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഈർപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പത മൊത്തം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പത മൊത്തം മാറി ഇത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് കാച്ചിയെടുക്കണം. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇതാണ് ഈ എണ്ണയുടെ കറക്റ്റ് പാകം. ഇപ്പോൾ എണ്ണ ഒരു ലൈറ്റ് ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട്. പത ഏകദേശം മൊത്തം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് കുറച്ച് നീലയാമരിയുടെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കരിയരുത്, അതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഇളക്കി നിർത്തണം. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഈ എണ്ണ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ തണുത്ത എണ്ണ നമുക്കൊരു തുണിയിലൂടെ അരിച്ചെടുക്കാം. അരിച്ച് ഒരു കുപ്പിക്കകത്താക്കി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് അരിച്ച് നമുക്കൊരു കുപ്പിക്കകത്ത് നിറച്ച് തലയിൽ തേക്കാൻ ഉപയോഗിക്കാം. ഇത് കുപ്പിയിൽ നിറച്ച് വെച്ചിരിക്കുന്നതാണ്.